അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. 2024 സുരേഷ് ഗോപിക്കുണ്ടായ വിജയം അത് പാർട്ടിക്ക് നേരിട്ട് കിട്ടിയ വിജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രവർത്തകർ ആഞ്ഞ് പരിശ്രമിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് മാത്രമായിട്ട് കിട്ടിയ വിജയമാണെന്ന്. കേരളത്തിൽ BJPക്ക് 2 വിജയം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് 2016 നേമം മണ്ഡലം. കാരണം O രാജഗോപാലാണ് അവിടെ മത്സരിച്ചത്. രാജഗോപാൽ തിരുവനന്തപുരത്തുകാർക്ക് വളരെ സുപരിചിതനാണ്. തോറ്റ് അദ്ദേഹം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കേന്ദ്ര സഹമന്ത്രിയുമായി. അന്ന് റെയിൽവേയുടെ ആണ് കൈകാര്യം ചെയ്തിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 10 ട്രെയിന് അടുപ്പിച്ച് ഓടാൻ തുടങ്ങിയതും വരാൻ തുടങ്ങിയതും രാജഗോപാലിൻ്റെ കാലത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.